തന്നെ ദ്രോഹിക്കുന്ന യൂട്യൂബേഴ്സിന്റെ പേര് വെളിപ്പെടുത്തി നടി രേഖ രതീഷ്. അതിനകത്ത് ആദ്യത്തെ പേര് മറുനാടൻ മലയാളിയുടെയാണ്. അപ്പൊ ആദ്യം രേഖ രതീഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പറ്റം യൂട്യൂബേഴ്സ് ആണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയോട് ഒരു പരാതി സമർപ്പിക്കുന്ന രീതിയിലാണ് രേഖ രതീഷ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോക്ക് ഒരുപാട് പേരാണ് റിയാക്ട് ചെയ്തത്. കാരണം വെച്ചാൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, അത് എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും രേഖ രതീഷ് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ യൂട്യൂബേഴ്സിനെയും അല്ല പറഞ്ഞ് എന്നെ ദ്രോഹിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്, അതിൽ മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. തന്റെ പരാതി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നും മറ്റുള്ള യൂട്യൂബേഴ്സിനോട് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് രേഖ രതീഷ് പങ്കുവച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നലെ 3 മണിക്ക് ഞാൻ CM ഓഫീസിൽ ചെന്നു. എൻ്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ പറയിച്ചത്. അതാരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ. ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതെൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റ മുഖേനയാണ് ഇത് അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു. ഇൻസ്റ്റ മുഖേന അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കതുകൊണ്ടൊന്നും നേട്ടം കിട്ടിയിട്ടില്ല. പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഈ ഒരു 3 മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ. എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ല എന്ന് വെച്ചു? 10-20 പേരുണ്ട്. ഞാൻ എങ്ങനെ പറയും? ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. 1-2-3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്, അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഇതിൽ ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിൻ്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വിത്ത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ് എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത്. എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങറ്റമായിരുന്നു അത്. ഞാനും എൻ്റെ മകനും വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മ എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദറെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യേണ്ട, പക്ഷേ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ലൈഫിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഥയല്ലിത് ജീവിതം എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൽ തീർക്കേണ്ട പ്രശ്നങ്ങളാണ് ഒരു ചാനലിൽ വന്നിരുന്ന് തീർക്കുകയും അത് ഈ ലോകം മൊത്തം അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് അത് കാണുമായിരുന്നു. ശരിക്കും ആ ഒരു പ്രോഗ്രാമിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ കുടുംബത്തിൽ മാത്രം അറിയേണ്ട ഒരു പ്രശ്നം ഒരു ചാനലിൽ കൊണ്ടുവന്നിരുന്ന് ചർച്ചയ്ക്ക് വെക്കുകയും ആ ചാനലിൽ എന്ത് ചർച്ച ചെയ്യുന്ന ഇവരുടെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഈ ലോകം മൊത്തം അത് കാണുകയും കാലാകാലങ്ങൾ ആ ഒരു വീഡിയോ അവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് വീണ്ടും ആൾക്കാർക്കടുത്ത് കാണാനായിട്ടും പറ്റും. ഇപ്പം തന്നെയും ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ അതിനിടയിൽ വന്ന കമൻറ്റുകൾ, കഥയല്ലത് ജീവിതം എന്നുള്ളൊരു പ്രോഗ്രാം ഇപ്പോഴും ഓർമ്മയുണ്ടോ, അറിയാൻ വയ്യാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ എന്നൊക്കെയുള്ള കമൻസുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പോയി സെർച്ച് ചെയ്യും, അത് കാണും. അപ്പോൾ അറിയാത്തവരും കൂടി ആ ഒരു കാര്യങ്ങൾ അറിയുകയാണ്. അങ്ങനെ ഒരു ചാനലിൽ പോയിരുന്ന രേഖ രതീഷ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു, എന്നെ യൂട്യൂബേഴ്സ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അന്ന് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു, ഇതുപോലെ ഒരു ചാനലിൽ വന്ന് തന്നെ കുടുംബ പ്രശ്നങ്ങൾ പറയണോ, അത് അല്ലാതെ തന്നെ നിങ്ങൾ 2 കുടുംബങ്ങളും ചേർന്ന് പരിഹരിക്കേണ്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ലോകം മൊത്തം ഈ കഥകൾ അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ 1 കെട്ടി 2 കെട്ടി 3 കെട്ടി ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ആ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തതും നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളൊരു സിനി ആർട്ടിസ്റ്റ് ആണ്. അപ്പം നിങ്ങളുടെയൊക്കെ കഥകളും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ആൾക്കാർക്കറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. അപ്പം രേഖ രതീഷ് 4ാമത് കല്യാണം കഴിച്ചു, ഇപ്പം 5ാമതാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഒരാളുമായിട്ട് റിലേഷനിലാണ്, വിവാഹത്തിലേക്ക് ഒരുങ്ങുന്നു എന്നൊക്കെയുള്ളൊരു വാർത്ത കണ്ടായിരുന്നു.
കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും റിലേഷൻ ആണെന്ന കാര്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റയിലൂടെയൊക്കെ നിങ്ങൾ മോതിരം മാറുന്നതൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളികളല്ലേ, അപ്പം നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്ര വിശാലമായിട്ടൊന്നും എല്ലാവരും ഒന്നും ചിന്തിക്കത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇടുന്ന കമൻസുകൾ ആ ഒരു രീതിയിലായിരിക്കും. അപ്പം നമ്മൾ അവരുടെ കമൻസിനെയോ അവരുടെ അഭിപ്രായത്തിനെയോ നമ്മൾ നോക്കാനോ മാനിക്കാനോ പോകേണ്ട കാര്യമില്ല. പിന്നെ യൂട്യൂബേഴ്സിലേക്ക് വരാം. യൂട്യൂബേഴ്സിനുള്ള കാര്യം വെച്ചാൽ ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ഒരു കഥ എടുത്ത് യൂട്യൂബിൽ ഇടുന്നതിനെക്കാട്ടിലും ഒന്നുകിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളുടെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളിനെ കുറിച്ചിട്ട് ഇടുമ്പം 10 പേര് കാണും, അത്യാവശ്യം റീച്ച് കിട്ടും. അതിനാണ് യൂട്യൂബിൽ ഇമ്മാതിരി തംബ്നെയിൽ കൊടുക്കുന്നത്. ഞാനും ഒരു യൂട്യൂബറാണ്, ഞാനും വീഡിയോസ് ഒക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ ഒരിക്കലും ഒരു തെറ്റായ തംബ്നെയിൽ ഞാൻ കൊടുക്കാറില്ല. അതുപോലെ തന്നെ കൊടുക്കുന്ന ടൈറ്റിലാണെങ്കിലും തെറ്റായിട്ടുള്ള ഒരു രീതിയിലൊരു ടൈറ്റിലും ഞാൻ കൊടുക്കാറില്ല. കാരണം നമ്മുടെ വീഡിയോയിലെ ഉള്ളടക്കമായിരിക്കണം കൊടുക്കുന്ന തംബ്നെയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഒരിക്കലും ഒരു തെറ്റായ ഒരു തംബ്നെയിൽ കൊടുത്തിട്ട് നമ്മുടെ വീഡിയോ വന്ന് നോക്കുമ്പോൾ അതൊന്നും ഉണ്ടാവത്തില്ല അതിനകത്ത്. അങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വ്യൂസ് കൂട്ടാനായിട്ട് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അപ്പൊ ശ്രീകണ്ഠൻ നായർ ഒരു ന്യൂസിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. അപ്പൊ പുഴുക്കുത്തുകളെ ഒന്നും ഗൗനിക്കാതെ, പുഴുക്കുത്തുകളെ ഒന്നും നോക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് അതും എടുത്തിട്ട് ട്രോളാൻ ആളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും രേഖ രതീഷ് ഒരു സ്ത്രീയാണ്, ബോൾഡായ ഒരു സ്ത്രീയാണ്, ഒരു മകനുണ്ട്. ഇപ്പം നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീൽഡിൽ തന്നെ ഉള്ളവർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇടുകയും ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് പോരെ, പിന്നെ മകൻ്റെ സപ്പോർട്ടുണ്ട്. ഈ വക ഓലപ്പടക്കങ്ങൾക്കൊക്കെ ചെവി കൊടുക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക.